കഥ ഇതുവരെ അനിയത്തെ വളർത്താൻ കഷ്ടപ്പെടുന്ന ചിന്നു എന്ന ചേച്ചി, പറമ്പിലെ സഹായിയായി നിൽക്കുന്ന ബൈജു ചേട്ടൻ. എന്നാൽ അനിയത്തി മിന്നു ആണെന്നുണ്ടെങ്കിലോ ചേച്ചിയുടെ കഷ്ടപ്പാടുകൾ കാണാനോ കേൾക്കാനോ അവൾ ഒന്നിനും ശ്രമിക്കത്തില്ല. അവൾക്ക് അവളുടെ സ്വന്തം കാര്യം മാത്രം. ഇത് വീടിനടുത്തുള്ള വത്സാമ്മ ചേച്ചി. എന്തിനും ഏതിനും അവർക്കൊരു സഹായം തന്നെയാണ് ചേച്ചി. ഇവർക്ക് ബന്ധുവെന്ന് പറയാനുള്ളതാണ് ഈ ഒരു അമ്മായി. പക്ഷേ മാസാവസാനം ഇവരുടെ ആദായം പറ്റാൻ വേണ്ടി മാത്രമാണ് ഈ അമ്മായി ഈ കുടുംബത്തോട്ട് കാലുകുത്തുന്നത്. എന്നാൽ ഈ ആദായം പറ്റാൻ വരുന്ന അമ്മായിയെ പരസ്യമല്ലാത്ത രീതിയിൽ രഹസ്യമായി ഇവർ നാണം കെടുത്തി വിടാറുമുണ്ട്. ഇവൻ നന്ദു. ചിന്നുവിനെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അത് തുറന്നു പറയാനുള്ള പേടിയിലാണ് ഇപ്പോഴും. എന്നാൽ ഇതെല്ലാം അറിയാവുന്ന മിന്നു നന്ദുവിനെ ചേച്ചിയുടെ പേരിൽ ഒരുപാടിട്ട് കറക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ചേച്ചിയോട് ഉള്ളിലുള്ള കാര്യം മനസ്സ് തുറന്ന് പറയാനായി അവൾ ആവശ്യപ്പെടുന്നു. അതുപ്രകാരം നന്ദു ഒരവസരത്തിനായി നോക്കി നിൽക്കുന്നു. തുടർന്ന് കാണുക. ആ ഇതെന്നാ നന്ദുവായിട്ട് എവിടിക്കുന്നേ? ടൗണിലൊന്നും പോയില്ലേ? ഓ പോയില്ല ചിന്നു, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ആ എന്നാ പറഞ്ഞു? ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ താൻ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. താൻ തെറ്റിദ്ധരിക്കരുത്. പിന്നെ ചിന്നു, വത്സാമ്മ ചേച്ചി ഇതെന്നെ എവിടെ ഇരിക്കുന്നേ? കറിയുവാണോ? എന്നാ പറ്റിയേ? അല്ല, സണ്ണിയുടെ അവൾക്ക് വിശേഷം ഉണ്ടെന്ന്. അതിന് സന്തോഷിക്കല്ലേ വേണ്ടേ? പക്ഷെ അത് ഞാൻ വേറൊരാൾ പറഞ്ഞ അറിഞ്ഞത്. ഞാനിപ്പോൾ അവനെ വിളിച്ചപ്പോൾ അവൻ പറയുക, അവൾ പറഞ്ഞെന്ന് ഇനിയിപ്പം എല്ലാവരും അറിയിക്കണ്ട, 3 മാസം കഴിയട്ടെ എന്ന്. ഉള്ള മാട്ടയിലും അവിടെയെല്ലാം വലിഞ്ഞും കയറി റബ്ബറും വെട്ടിയൊക്കെ അവനെ ഒന്ന് പഠിപ്പിച്ച് കരകയറ്റി വിട്ടതല്ലേ. സ്വന്തം തള്ളയോടാണോ? കരക്കാർ പറഞ്ഞിട്ടാണോ? ഇന്നത്തെ കാലത്ത് ഒരേ വയറ്റിൽ പറഞ്ഞവർ എങ്ങനെ ചിന്തിക്കുമെന്നോ പെരുമാറുമെന്നോ പറയാൻ പറ്റാത്ത കാലമാണ്. പോട്ടെ ചേച്ചി, സാരമില്ല. ചേച്ചി എഴുന്നേക്ക്. അതിയാനോട് ഞാൻ എന്തോ പറയും. ചേട്ടായോട് ഇപ്പോഴറിഞ്ഞതെന്ന് അങ്ങ് പറഞ്ഞാൽ മതി. ചേച്ചി എഴുന്നേക്ക്, വിഷമിക്കണ്ട. ഒട്ടുപാല് പറിക്കാൻ സഹായിക്കാന്ന് പറഞ്ഞിട്ട് നീ ഫോണെ വന്ന് കുത്തിക്കൊണ്ടിരിക്കുക. പഠിക്കാനൊന്നുമില്ല നിനക്ക്? ഞാൻ പഠിച്ചോളാം. കഴിഞ്ഞ ദിവസം ഉച്ച കഴിഞ്ഞ് നീ ക്ലാസ്സിൽ കയറില്ലേ? ടീച്ചർ വിളിച്ചായിരുന്നല്ലോ. എന്നാ തലവേദനയായിരുന്നോ? തലവേദനയായിരുന്നു. അങ്ങനെ ഉള്ളപ്പോൾ ടീച്ചറിനോട് പറയണം. വിളിച്ചു പറയുമ്പോൾ പേടിച്ചു പോകത്തില്ലേ? അത് ഞാൻ ഓർത്തില്ല. നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഇല്ല. പാല് 10 ലിറ്റർ, ബീച്ചേട്ടൻ 1000 രൂപ. ചേച്ചി എന്താടി? എനിക്ക് ചേച്ചിയൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊരാളെ ഇഷ്ടമാണ്. ആര്? ആള് ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുന്നത്. നല്ല ആളെ ചേച്ചി, പാവാ. ആഹാ, കൊള്ളാലോ. എന്നാ പിന്നെ നാളെ തന്നെ നമുക്കൊന്ന് പോയി അന്വേഷിക്കാം. നാളെ തന്നെയോ? ആ, നമ്മുടെ അമ്മായിനെയോട് വിളിച്ചാലോ? വേണ്ട, അമ്മായി വിളിക്കണ്ട. നമുക്ക് നന്ദിച്ചേട്ടനെ വിളിച്ചോണ്ട് പോവാം. ഞാൻ ക്വാൻകോ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് മാനേജറാണ്. പലപ്പോഴും പല സ്ഥലത്തായിട്ടായിരിക്കും ജോലി വരുന്നത്. ഇവൾക്ക് കുറച്ച് ദിവസമായിട്ട് കുറച്ച് ചുറ്റുക്കളിയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും വെച്ചുകൊണ്ടിരിക്കണ്ട. ഇനിയിപ്പോൾ എനിക്ക് മുമ്പായിട്ട് ഇനി ഇവളുടെയാണ് നടക്കുന്നതെങ്കിൽ ദൈവം അങ്ങനെ വിധിച്ചേക്കെങ്കിൽ അങ്ങനെ വയ്ക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് വീട്ടിലങ്ങനെ ആരുമില്ല. ചെറുപ്പത്തിൽ തന്നെ അപ്പനും അമ്മയും പോയതാണ്. അതുകൊണ്ടാണ് വീടിനടുത്തുള്ള നന്ദുവായിട്ട് ഞങ്ങൾ വന്നത്. എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് സമയം വേണം. അത് കുഴപ്പമൊന്നുമില്ല, സമയമുണ്ടല്ലോ.
ഇവളെ കല്യാണം കഴിക്കുന്നതുകൊണ്ട് ഭാര്യയ്ക്കും കുഞ്ഞിനും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മോക്കറിയത്തില്ലായിരുന്നോ? അയ്യോ, ഞാൻ വിചാരിച്ചതെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന്. ഓരോരോ നാട്ടിൽ ഓരോ പേരിൽ ഓരോ ജോലിയിൽ കാര്യം കഴിയുമ്പോൾ പെണ്ണുങ്ങളെ ഉപേക്ഷിക്കുന്നതാന്നൊക്കെയാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഞാൻ വിചാരിച്ചു ഇവക്ക് എല്ലാം അറിയാം, അത് മനസ്സിലാക്കിയാ ഇവള് കൂടെ നിൽക്കുന്നതെന്ന് ഞാൻ വിചാരിച്ച കേട്ടോ. ഇത് നിങ്ങൾ വീട്ടിൽ വന്ന് ചുമ്മാ അനാവശ്യം പറയരുത് കേട്ടോ. എടാ, നിന്റെ പേര് വിശാല്, ഭാര്യ മായ, 2 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്, തൃശ്ശൂർ മാറാടിയിൽ. സകല ഡീറ്റെയിൽസ് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അറിഞ്ഞ കാര്യം മൊത്തം ഇവളോട് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞാൽ കേൾക്കുന്ന പ്രായമല്ലല്ലോ. അതുകൊണ്ടാണ് നേരിട്ട് ഇവിടെ വന്ന് കാര്യങ്ങൾ ഇവളായിട്ട് തന്നെ അറിയട്ടെ എന്ന് വെച്ചത്. ചെറുപ്പത്തിലെ അപ്പനും അമ്മയും ഞങ്ങൾക്ക് പോയതാണ്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവളെ വളർത്തിക്കൊണ്ട് വന്നത്. ഇവളെന്ത് ആഗ്രഹം പറഞ്ഞാലും ഞാനത് സാധിച്ചു കൊടുക്കും. ഒരു വിഷമം പോലും ഞാൻ ഇവളെ അറിയിച്ചിട്ടില്ല. എന്നിട്ട് ഇനി നീ എൻ്റെ അനീത്തിയുടെ പുറകെ വരുവോ സംസാരിക്കാൻ ശ്രമിക്കുകയോ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ റബ്ബർ വെട്ടുന്ന നല്ല കത്തിയുണ്ട്, നിന്റെ പള്ളക്ക് ഓട്ടയിട്. ആ, നിനക്ക് വല്ലതും പറയാനുണ്ടോ? ചേച്ചി എന്നോട് ക്ഷമിക്കണം ചേച്ചി, ഞാൻ അങ്ങനെയൊന്നും ഇനി പോകത്തില്ല. സാരമില്ല, ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ തോന്നുന്നതല്ലേ. വേറെ തെറ്റൊന്നും ഉണ്ടായില്ലല്ലോ. ചേച്ചി എങ്ങനെ ഇതൊക്കെ അറിഞ്ഞു? മിന്നുവിൻ്റെ കാര്യമാണ്. മിന്നുവിൻ്റെ പല പ്രാവശ്യമായിട്ട് ടൗണിൽ ഒരു പയ്യൻ്റെ കൊടുത്ത് ഞാൻ കാണുന്നത്. എന്തെങ്കിലും ആയിട്ട് ഉറപ്പിച്ചിട്ട് പറയാന്ന് വെച്ചിട്ട് തന്നോട് പറയാതിരുന്നത് ഉള്ളത് തന്നെ. പോട്ടെ, സാരമില്ല. ഇനി പഠിക്കാനുള്ള കാര്യമൊക്കെ നന്നായിട്ട് പഠിച്ച് ആ കാര്യത്തിലൊക്കെ ശ്രദ്ധിച്ചാൽ മതി കൊച്ച്, കേട്ടോ. നന്ദു, നമുക്കങ്ങ് പോവാം. നമ്മൾ കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കട്ടെ. നിൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. ഈ സ്നേഹവും പരിഗണനയൊക്കെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അപ്പോഴുള്ള വിങ്ങൽ എല്ലാവർക്കും ഒരുപോലെ അല്ലേ. എൻ്റെ ചേച്ചിയുടെ കാര്യത്തിൽ നീ പോട്ടെ. എന്താ കണ്ണെന്ന് പറഞ്ഞേ? നാളെ ബൈച്ചേട്ടാ ഇല്ല റബ്ബർ വെട്ടാനായിട്ട്. അപ്പോൾ വെളുപ്പിനെ ഒന്ന് മല കയറാൻ എൻ്റെ കൂടെ വരാവോ? അതായിരുന്നു. അല്ലെങ്കിലും മല കയറാനും റബ്ബർ ഷീറ്റ് കുറക്കാനും ഒക്കെ പോരാ നമ്മളെ. എന്നാരാ പറഞ്ഞേ? അതെ, ഞങ്ങളുടെ ബൈബിളിൽ സോളമൻ്റെ ഉത്തമഗീതം എന്ന് പറഞ്ഞ അധ്യായമുണ്ട്. സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്ക്. ശലോമോന്റെ സോങ് ഓഫ് സോങ്സിൽ പറയുന്ന പോലെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തുവോ നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്കെന്റെ പ്രേമം തരും. അതെ, ഞങ്ങളുടെ സോളമൻ്റെ ഉത്തമഗീതം എന്ന് പറഞ്ഞൊരു വാക്യമുണ്ട്. ഒരു വാക്യമുണ്ട്, അയ്യോ അധ്യായമുണ്ട്, സോറി. ഒരു മിനിറ്റ്. ഹലോ, അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും കമൻറ്റ് ബോക്സിൽ എന്നോട് പറയുന്ന ചേച്ചി ലോങ് വീഡിയോ ഇടുക, അത് പെട്ടെന്ന് ഇടൂ, ചേച്ചിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് എപ്പോഴും കമൻറ്റ് ചെയ്യുന്നത്. എനിക്ക് ഉത്തരവാദിത്വം ഇല്ലാതൊന്നുമല്ല. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ പ്ലാൻ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് മാറി പോവുക. അതിപ്പോൾ നിങ്ങളോട് എനിക്കിത് പറയണം തോന്നി, അതാണ് ഈ വീഡിയോയുടെ വന്ന് ഞാൻ പറയുന്നത്. കാര്യം ലാസ്റ്റത്തെ വീഡിയോ കഴിഞ്ഞ് ഈ വീഡിയോയിലോട്ട് വരുന്നതിന് പെട്ടെന്ന് തന്നെ പ്ലാൻ ചെയ്തപ്പോഴേക്കുമാണ് എൻ്റെ മോനൊരു ചെറിയൊരു സർജറി വന്നു. അങ്ങനെ കുറച്ച് ഹോസ്പിറ്റൽ കേസൊക്കെ വന്നപ്പോൾ അങ്ങനെ കുറച്ച് ഡിലേ വന്നു. അടുത്ത പ്ലാൻ ചെയ്തപ്പോഴേക്കുമാണ് എനിക്ക് ഭയങ്കര ചെവിവേനയും പല്ലുവേനയും നോക്കിയപ്പോൾ അപ്പോൾ പിന്നെ റൂട്ട് കനാൽ ചെയ്തു. അതിനുശേഷം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയപ്പോഴും മേലാഴികയാണ്. എന്ന് വെച്ചാൽ അത്രയും നേരം തലയിളകവും പിന്നെ വെയിലത്തൊക്കെയാണല്ലോ ഷൂട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഭയങ്കര അപ്പോൾ ഇത്
3 ദിവസം എടുത്തു ഞാൻ ഇതൊന്ന് ഷൂട്ട് ചെയ്യാനായിട്ട്, പിന്നെ എഡിറ്റിങ് എല്ലാം വരാം. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ഓരോ വീഡിയോസിന് ഈ ഡിലേ വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ എനിക്ക് ആത്മാർത്ഥത ഇല്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല. എനിക്ക് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ പുതുമയുള്ള വീഡിയോസ് ചെയ്യണം എന്ന് നോക്കിയിരിക്കുന്ന ഒരാളാണ്. പക്ഷേ നമ്മൾ എന്ത് പ്ലാൻ പണിയാലും അതൊന്നും നടക്കാത്ത ഒരു സ്ഥിതിയാണ് എൻ്റെ കയ്യിൽ. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ നല്ല വേദന എടുത്ത് 2-3 പ്രാവശ്യം പെയിൻ കില്ലറൊക്കെ കഴിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതെനിക്ക് പറയണം തോന്നി. ഇനി മുന്നോട്ട് പോകുമ്പോഴും എനിക്ക് ഈ വീഡിയോ കാണുമ്പോഴും ഞാൻ ഇത്ര എഫേർട്ട് ഇട്ടിട്ടാണല്ലോ ചെയ്തതെന്ന് എനിക്ക് തോന്നണമെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ വീട്ടിലാണെങ്കിലും സമ്മതിച്ചില്ല, വേണ്ട ചെയ്യണ്ട, എല്ലാം മാറിയിട്ട് ചെയ്താൽ മതിയെന്ന്. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ വിറക് വരെ പോകുന്നതും പിന്നെ റബ്ബർ ഇതാക്കുന്നതൊക്കെ അത് 3 ദിവസം കൂടുമ്പോൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അവിടെ നമ്മൾ കണ്ടുപിടിച്ചെടുത്തേ. അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ അസുഖമാണെന്ന് പറയുന്നിട്ട് കാര്യം പിന്നെ ഈ വീഡിയോ ഇറങ്ങാൻ ഡിലേ വരും. അങ്ങനെ പിന്നെ പെട്ടെന്ന് മരുന്നൊക്കെ കഴിച്ച് പോയി വീഡിയോ എടുത്ത് അങ്ങനെയാണ് ഇത്രയും ഓരോ വീഡിയോകളുടെയും പിന്നെ ഒരുപാട് കഥകളുണ്ട്. പക്ഷേ ഇത് ചെയ്തപ്പോൾ എനിക്ക് നിങ്ങളോടത് എനിക്ക് പറയണം തോന്നി. അപ്പോൾ എനിക്ക് ആത്മാർത്ഥത ഇല്ലാത്തതുകൊണ്ടോ വീഡിയോ ചെയ്യാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, ഓരോ സമയത്ത് ഓരോ വെറൈറ്റി വീഡിയോകൾ ചെയ്യാനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പ്ലാൻ ചെയ്യുന്നിടത്തൊന്നും കാര്യങ്ങൾ എത്തുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം, ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യണം. താങ്ക് യു.